വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇപ്പോൾ കുറച്ചധികം ദിവസമായിട്ട് നമ്മൾ വെറും സ്മാർട്ട് ഫോണുകളുടെ റിവ്യൂസ് മാത്രമാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളത്. എങ്കിൽ അതിന് ഇന്നൊരു ചെറിയൊരു വ്യത്യാസമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്നൊരു കിടിലൻ പ്രൊഡക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹോണർ ചോയ്സ് ഇയർബഡ്സ് X5. ഈ ഒരു ബഡ്സ് ഞാൻ പേഴ്സണലി കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു 2-3 മാസത്തിലധികമായിട്ട് ഞാനിത് പേഴ്സണലി യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഞാൻ പറയുന്നുണ്ടാവുക. അപ്പം നമുക്ക് സമയം കളയാതെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ യൂസർ എക്സ്പീരിയൻസ് വീഡിയോയിലേക്ക് കടക്കാം. ബോക്സിനകത്ത് ഹോണർ ചോയ്സ് ഇയർബഡ്സ് X5 കൂടാതെ തന്നെ നമുക്ക് 2 ജോഡി എക്സ്ട്രാ ഇയർ ടിപ്സ് ലഭിക്കുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ചാർജിങ് കേബിൾ അവർ ഉൾപ്പെടുത്തിയിട്ടില്ല. ടൈപ്പ് സി ആണ് ചാർജിങ് പോർട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ടൈപ്പ് സി ചാർജിങ് കേബിൾ ഉണ്ടെങ്കിലൊക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇതിനായിട്ട് അഡീഷണൽ ആയിട്ട് ഒരു ടൈപ്പ് സി ചാർജിങ് കേബിൾ വാങ്ങേണ്ടിയിരിക്കുന്നു. ഈ ഒരു ഇയർബഡ്സിന്റെ ഡിസൈൻ ആൻഡ് കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ എങ്കിലും നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഇയർബഡ്സ് ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ലുക്കോട് കൂടിയിട്ടുള്ള ഇയർബഡ്സ് ആണ്. സൈസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും മീഡിയം സൈസ് എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. വലിയ സൈസും അല്ല, എന്നാൽ വളരെ കുഞ്ഞനല്ലാത്ത ഒരൊത്ത രീതിയിലുള്ള സൈസാണ്. ഇനി കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇതൊരു ബഡ്സ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് നല്ല രീതിയിൽ കംഫർട്ടായിട്ട് ചെവിയിലിരിക്കും എന്നുള്ള ഒപ്പീനിയൻ ഇല്ല. അത് ഡിപ്പെൻസ് ഓൺ ആളുകളുടെ ചോയ്സ് ആണ്. ചില ആളുകൾക്ക് ഇത് പെയിൻ ആയിരിക്കും, ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ള ബഡ്സ് ചെവിയിലിരിക്കത്തില്ല. ഇനി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നല്ല കംഫർട്ടായിട്ട് തന്നെ ഇത് ഇയറിൽ ഫിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള ഇവ നല്ല രീതിയിൽ ഷേക്ക് ചെയ്താലും റൺ ചെയ്താൽ പോലും ഇതുവരെ എനിക്കിത് താഴെ വീഴുമെന്നുള്ളൊരു ഫീലോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ഫിറ്റായിട്ട് തന്നെ എൻ്റെ ഈ ഒരു ചെവിയിൽ ഈ ഒരു ഇയർബഡ്സ് നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയന് എനിക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇയർബഡ്സ് ഒക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ചെവിയിൽ കംഫർട്ടാണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഈ ഒരു ഇയർബഡ്സിൻ്റെ സ്പെസിഫിക്കേഷനിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ IP54 റേറ്റഡോട് കൂടിയിട്ടുള്ള ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് ആൻഡ് സ്വെറ്റ് റെസിസ്റ്റൻ്റ് ആണ് ഈ ഒരു ഇയർബഡ്സ്. അപ് ടു 35 hours ആണ് മ്യൂസിക് പ്ലേബാക്ക് വിത്ത് കേസോട് കമ്പനി പറയുന്നത്. സിംഗിൾ ചാർജിലാണെങ്കിൽ അപ് ടു 9 hours ആണ് മ്യൂസിക് പ്ലേബാക്ക് പറയുന്നത്. ഇപ്പോൾ ഇത്രയും ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിലും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി ലൈഫ് ലഭിച്ചതായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. ANC അഥവാ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇതിൽ സപ്പോർട്ടാണ്. അപ് ടു 30 decibel വരെ ഇതിൽ നോയ്സ് റെഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൗഡായിട്ടുള്ള ഒരു ഏരിയയിൽ പോയാലും നമുക്കത് വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യാണ്ട് നോയ്സ് ക്യാൻസലേഷൻ നമ്മുടെ ഈ ഒരു ഇയർബഡ്സിൽ ലഭിക്കുന്നുണ്ട്. ENCയും ഇതിൽ സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കോളിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കോളിംഗ് എക്സ്പീരിയൻസ് നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 10mm ഡ്രൈവറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പവർഫുൾ ആയിട്ടുള്ള ആ ഒരു മ്യൂസിക് എക്സ്പീരിയൻസ് നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നല്ല രീതിയിലുള്ള ബേസ് നമുക്കിതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു നല്ല ഗംഭീരമായിട്ടുള്ള ഒരു മ്യൂസിക്കൽ എക്സ്പീരിയൻസ് നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ലോ ലേറ്റൻസി മോഡ് ഇതിൽ സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഗെയിമിംഗ് കളിക്കുന്ന സമയത്തൊക്കെ തന്നെ ആ ഒരു സെയിം എഫക്റ്റ് നമ്മുടെ ആ ഒരു സൗണ്ട് എഫക്റ്റ് നമ്മുടെ ആ ഇയർബഡ്സിൽ ആ ഒരു സെയിം സമയത്ത് തന്നെ കേൾക്കാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം മികച്ച രീതിയിലുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കൂടി നമുക്ക് ഈ ഒരു ഇയർബഡ്സിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ബ്ലൂടൂത്തിൻ്റെ 5.3 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഷൻ എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള ജസ്റ്റേഴ്സ് ആണ് ഇതിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുന്നത്. ഡബിൾ ടാപ്പ് എന്ന് പറയുന്നത് മ്യൂസിക് പ്ലേ സമയത്താണെങ്കിൽ പ്ലേ അല്ലെങ്കിൽ പോസ് എന്നുള്ള രീതിയിൽ, കോളിംഗ് സമയത്താണെങ്കിൽ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ കോൾ റിജക്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ. ഇനി ട്രിപ്പിൾ ടാപ്പ് ആണെങ്കിൽ അതിൽ ഉപയോഗിക്കുന്നത് നമുക്ക് പ്രീവിയസ് ട്രാക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ട്രാക്ക് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഗെയിമിംഗ് മോഡ് എനേബിൾ അല്ലെങ്കിൽ ഡിസേബിൾ എന്നുള്ള രീതിയിൽ. മൂന്നാമത്തെ മോഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു പ്രസ് ആൻഡ് ഹോൾഡ് എന്നുള്ള രീതിയിലാണ്. അതിൽ നമുക്ക് ആ ഒരു നോയ്സ് ക്യാൻസലിംഗ് മോഡ്, അതായത് നമുക്ക് അവയർനെസ് മോഡ്, നോയ്സ് ക്യാൻസലേഷൻ എനേബിൾ, അതുപോലെ നോയ്സ് ക്യാൻസലേഷൻ ഓഫ് എന്നുള്ള രീതിയിലാണ് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ജസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഇയർ ഡിറ്റക്ഷൻ. അതായത് നമ്മൾ മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെവിയിൽ നിന്ന് ഇത് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പ്ലേ ചെയ്യുന്ന മ്യൂസിക് സാധാരണ രീതിയിൽ ഇയർ ഡിറ്റക്ഷൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് പോസ് ചെയ്യാറുണ്ടെങ്കിൽ ഇത് ആ ഒരു ഓപ്ഷൻ ഇതിൽ നിലവിലില്ല. അതുപോലെ തന്നെ മറ്റൊരു പോരായ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു സമയം നമുക്ക് ഒരൊറ്റ ഡിവൈസിൽ മാത്രമേ ഇത് കണക്ട് ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഹോണർ AI സ്പേസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെയാണ് നമുക്ക് ഈ ഒരു ഇയർബഡ്സിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അതിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് ടാപ്പ് ജസ്റ്റേഴ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ, അതുപോലെ എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇയർബഡ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഹോണർ AI സ്പേസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുക. 3 തരത്തിലുള്ള നോയ്സ് കൺട്രോൾ ഓപ്ഷനാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുക. ഒന്ന് നോയ്സ് കൺട്രോൾ ഓഫ് ചെയ്യുക എന്നുള്ളത്, അതായത് നമ്മുടെ ചുറ്റുവട്ടത്തും വലിയ ശബ്ദങ്ങളും കോലാഹലങ്ങളും ഒന്നും ഇല്ല. അത് മാത്രമല്ല നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നോയ്സ് ക്യാൻസലിംഗ് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. രണ്ടാമത്തെ മോഡ് എന്ന് പറയുന്നത് നോയ്സ് ക്യാൻസലിംഗ് എനേബിൾ ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ അത്യാവശ്യം നോയ്സ് ഉണ്ട്, മാത്രമല്ല നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മ്യൂസിക് എക്സ്പീരിയൻസ് ഒക്കെ അല്ലെങ്കിൽ കുറച്ചും കൂടി സൗണ്ട് ക്വാളിറ്റിയിലൊക്കെ കേൾക്കാൻ സാധിക്കണമെങ്കിൽ ഈ ഒരു നോയ്സ് ക്യാൻസലേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ മതി. മൂന്നാമത്തെ മോഡ് എന്ന് പറയുന്നത് അവയർനെസ് മോഡാണ്. അതായത് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മുടെ പിറകിലുള്ള വണ്ടിയുടെ ഹോൺ ശബ്ദമോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ
ആ ഒരു അവയർനെസ് മോഡ് എനേബിൾ ചെയ്ത് വെച്ചാൽ മതി. ഇതെങ്ങനെയാണ് ഇതിൽ ആക്ടിവേറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇയർബഡ്സ് നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 3 നോയ്സ് കൺട്രോൾ നമുക്ക് മാറി മാറി യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓവറോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ നിലവിൽ ആമസോണിൽ ഇതിൻ്റെ പ്രൈസ് കാണിക്കുന്നത് 1999 റുപ്പീസ് ആണ്. ഏകദേശം ഈ 2000 രൂപയാണ് ഇതിന് പ്രൈസ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം വർത്ത് ആയിട്ടുള്ള ഒരു ഇയർബഡ്സ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഇയർബഡ്സ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കൂടിയും ആ ഒരു പ്രൈസിന് തീർച്ചയായിട്ടും വർത്ത് തന്നെയാണ്. എസ്പെഷ്യലി ഇതിൽ ANC സപ്പോർട്ടാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കോളിംഗ് ക്വാളിറ്റി നമുക്ക്, അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റി നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഹോണർ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ ആ ഒരു ക്വാളിറ്റി കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇയർബഡ്സ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഇയർബഡ്സിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.